കലാഭവൻ കലാകാരനിക്ക് സമ്മാനിച്ച കലാകാരൻ. കലാഭവനിലൂടെ കടന്നു വന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെ ഏഷ്യനെറ്റിലെ സിനിമാല എന്ന ഒറ്റ പ്രോഗ്രാമിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം നേടി എല്ലാ ഓണക്കാലങ്ങളിലും പുറത്തിറങ്ങാറുള്ള ദേ മാവേലി കൊമ്പത്ത് ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം തുടങ്ങിയ കാസറ്റുകളിൽ നടൻ ഇന്നസെന്റിന്റെ ശബ്ദം വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായി മാറി. അനശ്വരനായ ഇന്നസെന്റ് അവസാനമായി അഭിനയിച്ച ഫിലിപ്സ് എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അനുകരിച്ച് അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് ചെയ്തിരിക്കുന്നത് ഈ കലാകാരനാണ്. നിരവധി ചലച്ചിത്രങ്ങളിലൂടെ ഇനിയിപ്പോൾ റിലീസാവാൻ പോകുന്ന പറന്ന് പറന്ന് ചെല്ലാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ചിത്രം വരെ എത്തിനിൽക്കുമ്പോൾ 35 ചിത്രങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മലയാള സിനിമയുടെ അപ്പുറപാടുകളിലേക്ക് നടന്നു കയറുന്ന അനുഗ്രഹീത കലാകാരൻ ശ്രീ കലാഭവൻ ജോഷി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ ആഘോഷത്തെ ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ ഇത് വലിയൊരു ആഘോഷമായി മാറും. ആ ആഘോഷത്തിന്റെ പേര് ഈ എളിയ കലാകാരന് കയറി വന്നപ്പോൾ ആ കയ്യടി ശരിക്കും കേട്ടില്ല. അപ്പൊ നല്ലൊരു കയ്യടി ഒന്ന് തരിക. താങ്ക് യു പറഞ്ഞ പോലെ വന്ന സ്ഥിതിക്ക് ആ ഇന്നസെന്റ് ഏട്ടനെ ഒന്ന് കാണിച്ചിട്ട്, കാരണം ഒരു ചെറിയ മരുന്ന്, പിന്നെ നമ്മൾ പുറകെ വേറെ വരുന്നുണ്ട്. അതെ, അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ മരുന്ന് ആദ്യം തന്നെ ഒരു ചെറിയൊരു ഓക്കെ. അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ ഇപ്പൊ എനിക്ക് പകരം ഇപ്പൊ ഇവിടെ വന്നത് നമ്മൾ ഇന്ന് വിട്ടുപോയി എന്ന് നമ്മൾ പറയില്ല, കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് നമ്മൾ ഒരുപാട് ചിരിക്കുകയാണ്. അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ ഇവിടെ വന്ന് നിങ്ങളുമായി ഒരു സംസാരം, അതായത് ഒരു നോർമൽ സംസാരം, അത് സിനിമ ഡയലോഗുകളല്ല, ഒരു നോർമലായി വന്ന് നിങ്ങളോട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചെത്തൻഹാമിലെ ആളുകളെ കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുകയാണ്. ഇതുപോലെ അമ്മച്ചിമാരും ചേച്ചിമാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അത് മാത്രമല്ല, ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ബെൻസനെ പോലെയുള്ള ആളുകളും ഷിമിയെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ളപ്പോ ഇത് ഇത്ര ആൾക്കാർ പോരാ, ഇനി ആളുകളൊക്കെ ഇവിടെ വരുന്നതാണ്. അത് ഞാൻ പറയുമ്പോ അമ്മയ്ക്ക് അവിടെ നിന്ന് ചിരിക്കുക. അതെന്താ കാരണം എനിക്ക് ഞാൻ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈദ്, പിന്നെ റംസാൻ, പിന്നെ എന്താ വിഷു കഴിഞ്ഞു, ഈസ്റ്റർ കഴിഞ്ഞു, ഈദ് കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ശ്രദ്ധിക്കാൻ, ആ ട്രോഫികളിലേക്ക് ഓടി നടക്കരുത്, കൊണ്ടുപോയി ഇത് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അടിപൊളി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിനൊരു വേരിയേഷൻ കിട്ടണമെങ്കിൽ ആ സിനിമ ഡയലോഗ് പറയുമ്പോഴാണ് അതിന്റെ വേറൊരു വേരിയേഷൻ കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് ഗജകേസരി യോഗം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് പാടി ഇത് ചെയ്തിട്ടുണ്ട്, ആനച്ചന്തം എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പൊ ആ ശബ്ദ വ്യത്യാസങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ആനച്ചന്തം ഗണപതി മേളച്ചന്തം ആവൂ, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, ഹിന്ദി ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, എട്ടും പൊട്ടും തിരിയാനിത്തിരി ഹിന്ദി ചന്തം, ഹിന്ദി ചന്തം, ആവോ 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 ഇത് തന്നെയാണ് എനിക്ക് പിന്നൊരു സെന്റൻസ് വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തില് പേടിക്കുന്ന ഒരു രംഗം ഇന്നസെന്റ് രാഘവവും എന്ന് വിളിച്ചിട്ടുള്ള ഒരു ഡയലോഗ്, അത് നമുക്കൊന്ന് കേൾക്കാം. രാഘവോ, മാടമ്പിള്ളിയിലെ യക്ഷിയുണ്ട്, പ്രേതം എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ട് വന്നു, നിനക്ക് ഞാൻ ധൈര്യമായിട്ട് തന്നു. എന്നിട്ടിപ്പോ രാഘവോ 4 വരി എന്ന് വരിക്കുക, അത്രല്ലേ രാഘവ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അതിന് നീ കുന്തം കൊടുത്തക്കരയ്ക്ക് രാഘവോ.
കൂടി സ്വാഗതം ചെയ്യുകയാണ്. കൊച്ചിൻ ഹരിശ്രീയിലൂടെ മിമിക്രിയിൽ ഹരിശ്രീ കുറിച്ചുകൊണ്ട് മലയാള മിമിക്രി രംഗത്തേക്ക് കടന്നു വന്ന പിന്നീട് ജീവൻ TV സംപ്രേഷണം ചെയ്ത കോമിക് റെക്കോർഡ്സ് എന്ന പ്രോഗ്രാമിലൂടെ TV ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുകൂടി. ഏഷ്യാനെറ്റിലെ കോമഡി കസിൻസ്, പിന്നീട് സൂര്യ TVയിലെ രസികരാജ നമ്പർ 1 അനുഗ്രഹീതരായ 2 ജഡ്ജസിൽ ഒരാൾ. അങ്ങനെ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ ജോഷി സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂട്ടി ഉറപ്പിക്കാറുണ്ട്. പാപ്പൻ ആന്റണി വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 42ഓളം ചിത്രങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരനായ ചലച്ചിത്ര താരം, കോമഡി കലാകാരൻ, മിമിക്രി ആർട്ടിസ്റ്റ് ശ്രീ ബൈജു ജോസ്. നമസ്കാരം. ഇത്രയും ശബ്ദം ഉണ്ടായിരിക്കും കാരണം കുറച്ച് ദിവസത്തെ പ്രോഗ്രാമും കാരണം ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ കാരണം ശബ്ദം മൊത്തം അടഞ്ഞിരിക്കുന്നത്. എന്തായാലും നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ചിൽഡ്രൻ ഹാബിലെ എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഒന്നാമതേ അതിനിടയ്ക്ക് ചുമ എന്ന് കൂടി പറയുന്ന ഒരു അവസ്ഥയാണ് എനിക്ക്. അപ്പൊ എന്തായാലും നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കല്ലേ കൂടുതൽ സംസാരിച്ച സമയം. പിന്നെ ഞങ്ങളെല്ലാവരും തൊഴിലാളികളാണ്. തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ്. കുറെ ദിവസത്തെ പ്രോഗ്രാമും ഈ ഇവിടുത്തെ തണുത്ത കാറ്റും മഴയും അങ്ങനെയുള്ള ക്ലൈമറ്റ് ചേഞ്ച്. നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം 50 ഡിഗ്രിക്ക് മുകളിലാണ്. ഇവിടെ വന്നപ്പോൾ അതിന് വളരെ താഴെയാണ്. അപ്പൊ നമുക്കിത് ഭയങ്കരമായിട്ട് നമ്മുടെ തൊണ്ടയ്ക്കും ചെസ്റ്റിനും ഒക്കെ ഭയങ്കര പ്രോബ്ലംസ് ആയി. അപ്പൊ എന്നിരുന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് വിഷു പോലെ അല്ലേ, ഉള്ളതുകൊണ്ട് ഈസ്റ്റർ വിഷു ഈദ് പോലെ. അപ്പൊ അതുകൊണ്ട് ഒരു ഹിന്ദു ഭക്തി ഗാനത്തിൽ നമുക്കത് തുടങ്ങാം. അതിന്റെ പരിപാടി വിഷു ഇപ്പൊ തന്നെ വർഗീയതയായി. ഇനി ഒരു മുസൽമാൻ കൂടി ഉണ്ടെങ്കിൽ മുസ്ലിം കൂടി പാട്ട് പാടാനായിട്ട് പറയും. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ഇവിടെ മതം ഈ പറഞ്ഞ ജാതി മതം ഒന്നും വേണ്ട. മനുഷ്യര് മാത്രം. ഓക്കെ, കുറെ മനുഷ്യർ കൂടി നമ്മൾ ഇന്ന് അടിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ പറ്റി ഒരു പാട്ട് പാടി.